2027 നടക്കുന്ന അടുത്ത ഏകദിന ലോകകപ്പ് വരെ മുൻ ക്യാപ്റ്റന്മാരായ രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും കളിക്കാൻ BCCI അനുവദിക്കുമോ? ഇന്ത്യൻ ക്രിക്കറ്റിലെ കുറച്ച് നാളായുള്ള ഹോട്ട് ടോപ്പിക്കാണിത്. രോഹിത് ശർമ്മയിൽ നിന്ന് ക്യാപ്റ്റൻസി സ്ഥാനം ശുഭ്മാൻ ഗില്ലിനെ ഏൽപ്പിച്ചതോടെ ആ ചർച്ചകളുടെ ആക്കം കൂടി. മുഖ്യപരിശീലകൻ ഗൗതം ഗംഭീറും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും യുവതാരങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകുന്നത്. ഞായറാഴ്ച ആരംഭിക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര രോഹിത്തിനും കോഹ്ലിക്കും നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ്. ഇതിഹാസങ്ങളെ നിർദ്ദയം വെട്ടുന്ന ഇന്ത്യൻ ക്രിക്കറ്റിൽ അക്ഷരാർത്ഥത്തിൽ ഒരു അഗ്നിപരീക്ഷണമാണ് രോക്കോ ഇനി നേരിടേണ്ടത്. അതിൽ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു മത്സരം പോലും പരാജയപ്പെടാതെ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചിട്ടും അടുത്ത പരമ്പര വന്നപ്പോൾ രോഹിത്തിന് ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടമായി. 7 മാസമായി ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞിട്ട്. മാർച്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയിലാണ് കോഹ്ലിയും രോഹിത്തും അവസാനം ഇന്ത്യക്കായി കളിച്ചത്. ജൂണിൽ നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിന് ശേഷം ഒരു മത്സരവും കളിച്ചിട്ടില്ല. 3.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഗ്രൗണ്ടിലിറങ്ങുന്ന സൂപ്പർ താരങ്ങൾ നെറ്റ്സിൽ ഏറെ സമയം ചിലവഴിച്ചാണ് പെർത്തിൽ നടക്കുന്ന ആദ്യ ഏകദിനത്തിനിറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഗ്രൗണ്ടിൽ 20 മിനിറ്റോളം ഫീൽഡിംഗ് പരിശീലനം നടത്തിയ ശേഷമാണ് കോഹ്ലി നെറ്റ്സിൽ ബാറ്റിംഗ് പരിശീലനത്തിനിറങ്ങിയത്. ഹർഷിത് റാണ, അർഷ്ദീപ് സിംഗ് എന്നിവർക്കൊപ്പം ഓസ്ട്രേലിയയിലെ പ്രാദേശിക ബൗളർമാരെയും കോഹ്ലി നെറ്റ്സിൽ നേരിട്ടു. ഓസ്ട്രേലിയക്കെതിരായ മികച്ച റെക്കോർഡാണ് ഇരുവരുടെയും ആത്മവിശ്വാസം. ഓസ്ട്രേലിയക്കെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരങ്ങളിൽ രണ്ടാമതുണ്ട് കോഹ്ലി. ആകെ 50 മത്സരങ്ങളിൽ നിന്ന് 2452 റൺസ് കോഹ്ലി അടിച്ചെടുത്തു. ഇതിൽ 9 സെഞ്ചുറിയും 15 അർദ്ധ സെഞ്ചുറികളുമുണ്ട്. ഉയർന്ന സ്കോർ 123. 46 മത്സരം കളിച്ച രോഹിത് 2407 റൺസ് നേടി മൂന്നാമതുണ്ട്. 8 സെഞ്ചുറിയും 9 അർദ്ധ സെഞ്ചുറിയും നേടിയ ഹിറ്റ്മാന് മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. ഓസ്ട്രേലിയക്കെതിരെ ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി ഉണ്ട് രോഹിത്തിന്. 2013 നവംബറിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലായിരുന്നു ഹിറ്റ്മാന്റെ ആ വെടിക്കെട്ട് ഇന്നിങ്സ്. 71 കളികളിൽ നിന്ന് 3077 റൺസ് എടുത്ത സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറാണ് പട്ടികയിലെ ഒന്നാമൻ. ഇനി രോക്കോയുടെ ഓസ്ട്രേലിയൻ മണ്ണിലെ പ്രകടനം കൂടി പരിശോധിക്കാം. കോഹ്ലി ആകെ 18 മത്സരമാണ് ഓസ്ട്രേലിയയിൽ കളിച്ചത്. 802 റൺസ് നേടി. 3 സെഞ്ചുറിയും 4 അർദ്ധ സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടും. രോഹിത് ശർമ്മയിലേക്ക് വരുമ്പോൾ 19 മത്സരങ്ങളിൽ നിന്ന് 990 റൺസാണ് രോഹിത്തിന്റെ സമ്പാദ്യം. 4 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയും രോഹിത് സ്വന്തമാക്കിയിട്ടുണ്ട്. 2020 നിന്നും പിന്നീട് ടെസ്റ്റിൽ നിന്നും വിരമിച്ച കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും കരിയറിലെ അവസാന ഓസ്ട്രേലിയൻ പര്യടനമായിരിക്കും ഇത്. മികച്ച പ്രകടനത്തോടെ ലോകകപ്പിലേക്കുള്ള സീറ്റ് ഉറപ്പിക്കാനാകും ഇരുവരുടെയും ശ്രമം. ക്യാപ്റ്റൻ ഗില്ലിനൊപ്പം രോഹിത് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. കോഹ്ലി പതിവ് പോലെ 1 ഡൗൺ പൊസിഷനിലും എത്തും. 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര ഇരുവർക്കും അതിനിർണായകമാകും. ഫോമിലെത്തിയില്ലെങ്കിൽ ലോകകപ്പ് മാത്രമല്ല, ഇന്ത്യൻ ജേഴ്സി തന്നെ ഒരുപക്ഷെ അന്യമായേക്കും. ഏകദിന മത്സരം മാത്രം കളിച്ച് രോഹിത്തിനും കോഹ്ലിക്കും ഫോമിൽ തുടരുക വെല്ലുവിളിയായിരിക്കുമെന്ന് ഓസ്ട്രേലിയയുടെ മുൻ ഓൾറൗണ്ടർ ഷെയ്ൻ വാട്സൺ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അപ്പോഴും നമ്മുടെ പ്രതീക്ഷയും ആത്മവിശ്വാസവും എല്ലാം ഒറ്റ മത്സരം കൊണ്ട് തന്നെ വിമർശകരുടെ വായടപ്പിക്കാറുള്ള ഹിറ്റ്മാന്റെയും കിങ് കോഹ്ലിയുടെയും ആ മികവാണ്.